ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു JK's Tutor. ഇറ്റ്സ് മീ നമിത ദാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ 5ാമത്തെ യൂണിറ്റായ വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഫോർ അക്കാഡമിക് റൈറ്റിംഗ്. ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഫോർമലായിട്ട് കൃത്യമായി ഗ്രാമറും കാര്യങ്ങളും ഒക്കെ കറക്റ്റാക്കി നല്ല രീതിയിൽ എങ്ങനെ ഒരു റൈറ്റിംഗ് പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം, റിവിഷൻ. A written work creates a permanent impression about your quality of education. Therefore, you have to be careful about every single sentence you write for an academic purpose. നമ്മുടെ എഴുത്തൊരാൾ വായിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എത്രത്തോളം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എഴുത്തിലൂടെ നമുക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. After writing, every formal written work needs revision and editing before its submission. എന്താണ്, നമ്മൾ ഓരോ കാര്യം എഴുതി തീർക്കുമ്പോഴും അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എസ്സേ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. നമ്മൾ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. Revision helps you to realize your mistakes, and while editing you can improve the words and sentences and remove unnecessary words and expression to make the writing clear and effective. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു അക്കാഡമിക് റൈറ്റിംഗ് നിങ്ങൾ എഴുതിയിട്ടുള്ള ഒരു എസ്സേ റിവൈസ് ചെയ്യണമെന്ന് പറയുന്നത്? നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വേർഡ്സ് റിപ്പീറ്റായി വന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സെൻറ്റൻസിന് എന്തെങ്കിലും ഒരു പോരായ്മ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വായിച്ചതിന് ശേഷം അത് എഡിറ്റ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവ എടുത്തിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ആ ഒരു എസ്സേ പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ അതിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് കോപ്പി ആകുമ്പോൾ. അതിനുശേഷം നമ്മളത് ക്ലിയറായിട്ട് വായിച്ചതിന് ശേഷം നമ്മൾ തെറ്റ് തിരുത്തിയതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അക്കാഡമിക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു എസ്സേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. In order to make your writing effective, you have to ensure that your vocabulary is suitable for the purpose. നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ്, നിങ്ങളുടെ വൊക്കാബുലറി ഇതിന് അനുയോജ്യമായിട്ടുള്ളതാണ്. Avoid using colloquial style, slang expression, non-standard diction and conversational style in your writing. നമ്മളൊരു അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുമ്പോൾ, ഒരു അക്കാഡമിക് എസ്സേ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ്, ആ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റൈല്, ആ കാര്യങ്ങളൊക്കെ വളരെ ഒരു ഫോർമൽ ആയിട്ടുള്ളതായിരിക്കണം. ഒരിക്കലും ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ വരാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡൈവേഴ്സിഫൈ യുവർ സെൻറ്റൻസസ്, റിമൂവ് റിഡൻഡൻറ്റ് എക്സ്പ്രഷൻസ് ആൻഡ് അവോയ്ഡ് വേർഡി സെൻറ്റൻസസ്, യൂസ് പാരലലിസം, മെയിൻറ്റെയിൻ ദ ടെൻസ്, റിമൂവ് വീക്ക് ഫ്രേസസ്, യൂസ് സ്ട്രോങ് വേർബ് ഇൻസ്റ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. Okay, the next topic, vocabulary. In order to maintain the formal nature of your academic writing, you have to be careful about the words you choose for the text. Your text has to be precise and clear. Avoid unnecessary words and informal expression. The text should communicate the idea properly to the readers. There are few suggestions to improve the quality of your vocabulary. വൊക്കാബുലറി എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, യുവർ ടെക്സ്റ്റ് ഹാസ് ടു ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. നിങ്ങളുടെ ടെക്സ്റ്റ് എപ്പോഴും പ്രിസൈസ് ആയിരിക്കണം, അതുപോലെ ക്ലിയർ ആയിരിക്കണം. അവോയ്ഡ് അൺനെസസറി വേർഡ്സ് ആൻഡ് ഇൻഫോർമൽ എക്സ്പ്രഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൺനെസസറി ആയിട്ട് ഒരു വേർഡ് പോലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് റീഡേഴ്സിലേക്ക് എത്തിക്കണം. നിങ്ങൾ എഴുതുന്ന കാര്യം അതിൻ്റെ കംപ്ലീറ്റ് സെൻസിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫോർമൽ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വൊക്കാബുലറി ആയിരിക്കണം നിങ്ങൾ ഇതിലൂടെ യൂസ് ചെയ്യേണ്ടത്. ദർ ആർ ഫ്യൂ സജഷൻസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ വൊക്കാബുലറി. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സജഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഫെമിലറൈസ് യുവർ സെൽഫ് വിത്ത് ദ വേർഡ്സ് listed in academic word list.
It helps you to pick the right words while you are writing. അക്കാഡമിക് വേർഡ് ലിസ്റ്റിലുള്ള വേർഡ്സ് ആയിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്യുക. അതുമായിട്ട് പെട്ടെന്ന് നമ്മളെടുത്ത് യൂസ് ചെയ്യുക. അതായത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഏത് വേർഡാണോ ചേർക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും. ദെൻ അവോയ്ഡ് ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ. എപ്പോഴും പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജസ്, എക്സ്പ്രഷൻസ്, വേർഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ടു ലിങ്ക് യുവർ ഐഡിയാസ് ആൻഡ് to signal transition. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യണം ടു ലിങ്ക് യുവർ ഐഡിയാസ് ടു സിഗ്നൽ ട്രാൻസിഷനിലേക്ക് നിങ്ങളുടെ ഐഡിയാസ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മേക്ക് യുവർ റൈറ്റിംഗ് ലെസ് വേർഡി. ഒരുപാട് വലിച്ചു വാരി ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നോക്കാം. ദ നെക്സ്റ്റ് ടോപ്പിക് അക്കാഡമിക് വേർഡ് list. Academic words list, AWL. The high frequency words in academic works in English language are referred to as academic word list. അപ്പോൾ എന്താണ് academic word list? 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമാണ്. The high frequency words in academic works in English language are referred to as academic word list. The AWL, academic word list, includes a main list and sub list. Learning the words in the list will enable you to understand academic text as well. The important prerequisites to learn academic word list is the ability to use the most elementary words in English. The list include words often using in different academic disciplines. You have to familiarize yourself with these words to make your writing more effective with suitable vocabulary. അപ്പോൾ എന്താണ് അക്കാഡമിക് വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ചില വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോർമലായിട്ട് ഒരു കാര്യം എഴുതാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വേർഡ്സിന് എക്സാമ്പിൾ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാൻ മറക്കാതിരിക്കുക. ദെൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ബി അവോയ്ഡഡ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൽ അവോയ്ഡ് ചെയ്യേണ്ട വേർഡ്സിനെയും ഫ്രേസസിനെയും കുറിച്ചാണ് അടുത്ത ടോപ്പിക്ക് പറയുന്നത്. യു നീഡ് ടു ചെക്ക് ദ സ്യൂട്ടബിലിറ്റി ഓഫ് യുവർ ലാംഗ്വേജ് വൈൽ റൈറ്റിംഗ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ആൻഡ് ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. You are not expected to use the words you make use of in every conversation in your academic writing. There are certain categories to be avoided in your writing. However, there is no strict ban for anything. If the words or expression is suitable for the situation, you can go on with the same. Nevertheless, be careful while using words and phrases used expressing doubt. Such expressions are called qualifiers. Example: appear, suggest, may, might, usually, probably, possibly, etc. You have to check these qualifiers if you are doubtful about the accuracy of your writing. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. നമ്മുടെ ഐഡിയാസ് എന്താണോ അത് കൃത്യമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡൗട്ട് പാടില്ല. ഒരു ഡൗട്ട് മനസ്സിൽ വെച്ചിട്ട് നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഡൗട്ട്ഫുള്ളായിട്ട് വായനക്കാർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആക്യുറസി നമ്മളെപ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ ആക്യുറസി നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബി കെയർഫുൾ വൈൽ യൂസിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ഇൻ എക്സ്പ്രസിങ് ഡൗട്ട്. നമ്മൾ ഒരു സംശയാത്മകമായിട്ട് നമ്മളൊരു കാര്യം പറയുക അല്ലെങ്കിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള എക്സ്പ്രഷൻസിനെയാണ് ക്വാളിഫയേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: appears, suggests, may, might, usually, probably, possibly, etc. ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആക്യുറസി അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളുടെ ആക്യുറസി കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രിസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കാം. Then samples for alternative expressions എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഒരു ഭാഗം വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്.
സാമ്പിൾസ് ഫോർ ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ് ഒരു പോയിൻ്റാണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. വാട്ട് ഈസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്? ഡിസ്കോഴ്സ് ഈസ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ്. ഡിസ്കോഴ്സ് എന്താണ്? ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ്. ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിൻ്റെ യൂണിറ്റ് ആണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിനെക്കാട്ടിലും ലോങ്ങർ ആയിരിക്കും. ഇറ്റ് മേ ബി 1 or 2 sentences or a lengthy piece of writing. ഒരു പക്ഷേ അത് ചിലപ്പോഴൊക്കെ 1 or 2 സെൻറ്റൻസുകൾ കൂടിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെങ്തി പീസ് ഓഫ് റൈറ്റിംഗ് ആയിരിക്കാം. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആർ ദോസ് വേർഡ്സ് ഓർ ഫ്രേസ് വിച്ച് ആർ യൂസ്ഡ് ടു കണക്ട് വൺ ഡിസ്കോഴ്സ് ടു അനദർ. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് വിച്ച് ആർ യൂസ്ഡ് ടു കണക്ട് വൺ ഡിസ്കോഴ്സ് ടു അനദർ. ഒരു ഡിസ്കോഴ്സിനെ മറ്റൊരു ഡിസ്കോഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില വേർഡ്സ് അല്ലെങ്കിൽ ചില ഫ്രേസസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എനിവേ, റൈറ്റ്, ഓക്കെ, ടു ബിഗിൻ വിത്ത്. അപ്പോൾ ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. വി യൂസ് ദം ടു കണക്ട്, ഓർഗനൈസ് ആൻഡ് മാനേജ് our writing or conversation. Discourse markers connect one discourse to another. They are also called sentence connectors, linking words, linking phrases and transition signals. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെ നമ്മൾ പറയുന്ന മറ്റു പേരുകളാണ് സെൻറ്റൻസ് കണക്ടേഴ്സ്, ലിങ്കിങ് വേർഡ്സ്, ലിങ്കിങ് ഫ്രേസസ് ആൻഡ് ട്രാൻസിഷൻ സിഗ്നൽസ്. ഓർത്തു വയ്ക്കാം. ദെൻ യൂസസ് ഓഫ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്? ബാലൻസ് contrasting points, introduce a new idea, present a counter argument, adding, changing of subject, clarifying points, summing up. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്താണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് മനസ്സിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. എന്താണ് ഒരു സെൻറ്റൻസിനെ അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സിനെ മറ്റൊരു കാര്യമായിട്ട് ഡിസ്കോഴ്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ്, എക്സ്പ്രഷൻ, ഫ്രേസസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. കംപ്ലീറ്റ്നെസ് ഓഫ് എ സെൻറ്റൻസ്. A sentence is a group of words arranged properly to make a sense. It is a basic unit of language. It starts with a capital letter and ends with full stop, exclamations or a question mark. A sentence contains subject and a verb. എന്താണ് ഒരു സെൻറ്റൻസ് നമുക്കറിയുന്ന കാര്യമാണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിന് പിന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും, എൻഡ് ചെയ്യുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു എക്സ്ക്ലമേഷൻ, ഒരു ആശ്ചര്യചിഹ്നം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലൊക്കെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസിൽ എന്താണ്? സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വേർബ് ഉണ്ടായിരിക്കും. Then a clause contains a subject and predicate, and it is the smallest grammatical unit that can express a complete proportions. An independent clause or a group of words that can stand alone as an independent thought is a complete sentence. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്താണ്? നമ്മൾ സെൻറ്റൻസിൽ ക്ലോസുകളുണ്ട്, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്താണെന്ന് പറയുന്നത്? An independent clause or a group of words that can stand alone as a complete പ്രപ്പോർഷൻ, ഒറ്റയ്ക്ക് മീനിങ് ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയും. ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് തോട്ട് എന്നാണ് പറയുന്നത്. ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് എ ഇൻഡിപെൻഡൻറ്റ് തോട്ട് ഇസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് തോട്ടായിട്ട് നിൽക്കാൻ പറ്റും, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കൺവേ ചെയ്യാൻ പറ്റും, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. വെറാസ് എ dependent clause does not make complete sentence, so it cannot stand alone. Dependent clause ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്താണ്? അതിനൊരിക്കലും ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് കൺവേ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനൊറ്റയ്ക്ക് നിൽക്കാനും സാധിക്കില്ല. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് പോലെയല്ല. ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡ് ആ രണ്ട് പേരുകളിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാതെ ഇത് മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് പഠിക്കാൻ നോക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഫ്രീ ആയിട്ടുള്ളത്, ഡിപ്പെൻഡ് ആയിട്ടുള്ളത് ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് ഒരു മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കില്ല. വേറെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു മീനിങ് കംപ്ലീറ്റ് കൺവേ ചെയ്യാൻ സാധിക്കും. എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഈസ് ഓൾസോ കോൾഡ് സബോർഡിനേറ്റ് ക്ലോസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. എക്സാമ്പിൾ, വെൻ ഐ വാസ് അറ്റ് സ്കൂൾ. ഇതിന് എക്സാമ്പിളാണ് വെൻ ഐ വാസ് അറ്റ് സ്കൂൾ. അത് എന്താണ്? കംപ്ലീറ്റ് അല്ലല്ലോ.
കംപ്ലീറ്റ് മീനിങ് നമുക്ക് അതിലൂടെ കൺവേ ചെയ്യുന്നില്ല. വെൻ ഐ വാസ് അറ്റ് സ്കൂൾ എന്ത് സംഭവിച്ചു, എന്താണ്, ഒന്നും ഒരു ആൻസർ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ക്ലോസുകളെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അഥവാ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഒരു തവണയെങ്കിലും ഇത് എന്താണ് സംഗതി എന്ന് മനസ്സിലായതിനു ശേഷം നിങ്ങളത് വായിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്, ഡൈവേഴ്സിഫൈ സെൻറ്റൻസസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്, ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ. സിമ്പിൾ സെൻറ്റൻസ് എന്താണ്? വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉള്ളതിനെ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയും. അപ്പോൾ ആദ്യം എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, എന്താണ് ഡിപെൻഡൻറ്റ് ക്ലോസ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ദെൻ കോമ്പൗണ്ട് സെൻറ്റൻസ് വിത്ത് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഓർ സിമ്പിൾ സെൻറ്റൻസസ്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസുകൾ കൂടി ചേർന്നിട്ടുള്ളത് കോമ്പൗണ്ട് സെൻറ്റൻസസ്. ദ നെക്സ്റ്റ് കോംപ്ലക്സ് സെൻറ്റൻസ്, വൺ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് കണക്റ്റഡ് ടു ഇറ്റ്. കോംപ്ലക്സ് എന്താണ്? പേര് പോലെ തന്നെ കോംപ്ലക്സ് സെൻറ്റൻസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും അതുപോലെ രണ്ടോ അതിൽ കൂടുതലോ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ കൂടി കണക്ട് ചെയ്തിട്ടുള്ളത് ആണ് കോംപ്ലക്സ് സെൻറ്റൻസ്. ദെൻ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്, ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആൻഡ് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. ഒന്ന് മനസ്സിലാക്കുക, രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളും അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളും ചേർന്നിട്ടുള്ളതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. അപ്പോൾ മീനിങ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. Then fragments. What is fragments? A fragment is an incomplete sentence or disconnected piece of a main clause. It usually happens when subject or verb is absent in a sentence. ഒരു ഫ്രാഗ്മെന്റ് എന്താണ്? ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഫ്രാഗ്മെന്റ്, ഒരു ഭാഗം, ഒരു പീസ് അങ്ങനെയൊക്കെ അർത്ഥം വരും. അപ്പോൾ എന്തിൻ്റെയാണ്? എ ഫ്രാഗ്മെന്റ് ഈസ് എൻ ഇൻകംപ്ലീറ്റ് സെന്റൻസ്. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആണ്. Or disconnected piece of a main clause. It usually happens when subject or verb is absent in a sentence. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഓർ വെർബ് ആബ്സെൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയി നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. യു ഹാവ് ടു ലിങ്ക് ദ സെയിം ടു എൻ അഡ്ജോയിനിങ് സെൻറ്റൻസ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഇൻ എ കോൺവെർസേഷൻ ഫ്രാഗ്മെൻറ്റ്സ് ആർ നെസസറി ബട്ട് ദേ ആർ നോട്ട് അക്സെപ്റ്റബിൾ ഇൻ എ കോൺവെർസേഷൻ. എന്താണ്? നമ്മൾ കോൺവെർസേഷൻ്റെ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു സെൻറ്റൻസുമായിട്ട് ഇതിനെ കണക്റ്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. The most important aspect of a sentence is subject-verb agreement. The basic rule is that they should agree in number. Subject-verb agreement എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺകോഡ്. മുന്നൊരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്താണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റ്. എന്താണ് ആ കാര്യം? ദ ബേസിക് റൂൾ ഈസ് ദാറ്റ് ദേ ഷുഡ് അഗ്രി ഇൻ നമ്പർ. എന്ത് കാര്യത്തിലാണ് അവർ അഗ്രി ചെയ്യേണ്ടത്? നമ്പർ. ഇൻ നമ്പർ, നമ്പറിൻ്റെ കേസിൽ അവർ അഗ്രി ചെയ്യണം. എ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ്. വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക. ഒരു സിംഗുലർ സബ്ജക്റ്റ് ഒരു സിംഗുലർ വേർബിന്. അതുപോലെ ആൻഡ് എ പ്ലൂറൽ സബ്ജക്റ്റ് ഓൾവേസ് ടേക്സ് എ പ്ലൂറൽ വേർബ്. While writing a simple sentence, it is easy to arrange the subject-verb agreement, but it is difficult to handle with it while you are using compound subjects, indefinite pronouns, collective nouns, inverted subject. ഒരു സിമ്പിളായിട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. but when you are using compound subjects, indefinite pronouns, collective noun, inverted subjects, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇത് മനസ്സിലാക്കുക, എക്സാമ്പിൾസ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സബ്ജക്റ്റ് വേർബ് തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ്. എന്തിൻ്റെ കേസിലാണ്? നമ്പറിൻ്റെ കേസിൽ. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ് ആൻഡ് എ പ്ലൂറൽ സബ്ജക്റ്റ് ഓൾവേസ് ടേക്സ് എ പ്ലൂറൽ വേർബ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ എക്സാമ്പിളൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ കൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ടെൻസസ്.
Always it is better to keep the tenses consistent in your formal writing. It adds the readability of a text. Inconsistent use of tense is suggestive of poor writing skill in academic writing. Shifting tenses is allowed if the time frame of your subject matter changes and it has to be presented with a signal word or phrase indicating change the time frame. For narrative type of writing, consistent use of the past tense is appropriate while present tense is preferred when you are writing an analysis of some writers and their വർക്ക്സ്. നമ്മൾ ടെൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫോർമൽ റൈറ്റിങ്ങിൽ നമ്മൾ ടെൻസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് ഈ ടെൻസുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എഴുതുക എന്ന് പറയുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു നറേറ്റീവ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു നറേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എഴുതുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു പാസ്റ്റ് ടെൻസ് ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കാര്യം. ദെൻ എപ്പോഴാണ് അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ വെൻ യു ആർ റൈറ്റിംഗ് ആൻ അനാലിസിസ് ഓഫ് സം റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്, ഒരു റൈറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വർക്ക്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ ടെൻസ് എന്നുള്ളൊരു കാര്യത്തിന് ഈ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഒരു ടെൻസിൽ നിന്ന് മറ്റൊരു ടെൻസിലേക്ക് മാറുമ്പോഴുള്ള കാര്യങ്ങൾ എപ്പോഴാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റും കാര്യങ്ങളും നോക്കി വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടെൻസ്. Okay, then next topic, parallelism. Parallelism is use of components in a sentence that are grammatically the same or similar in their construction, sounds and meaning. Because of repetition, the idea is conveyed deeply and properly, and also it adds the flow of the text. For example, the poem is lyrical, long, interesting and meaningful. It will improve the readability of your book. Parallelism എന്ന് വെച്ചാൽ എന്താണ്? Parallelism is a use of components in a sentence that are grammatically the same. Grammatically same ആയിട്ടുള്ള components ഒരു സെൻറ്റൻസിൽ ആഡ് ചെയ്യുന്നതിന് നമ്മൾ parallelism എന്ന് പറയുന്നു. or similar in their construction, sounds and meaning. മീനിങ്ങിലും കൺസ്ട്രക്ഷനിലും അതുപോലെ സൗണ്ടിലും ഒക്കെ ഒരു സിമിലാരിറ്റി കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് പോയം ഇസ് ലിറിക്കൽ, ലോങ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ. അത് വായിക്കാൻ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അത്തരത്തിൽ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ റീഡബിലിറ്റി ഓഫ് യുവർ വർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വേർഡിനെസ്. Wordiness is one of the most common mistakes in academic writing. ശ്രദ്ധിക്കുക, wordiness is one of the most common mistakes in academic writing എന്നാണ് പറയുന്നത്. 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. അക്കാഡമിക് റൈറ്റിങ്ങിൽ വരുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് ഈ വേർഡിനെസ്. In formal writing, wordiness refers to the imperfection caused by the use of more words than the meaning demands. നമ്മുടെ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ കേസിൽ എന്താണ് ഈ വേർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം കൺവേ ചെയ്യാൻ, ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് കൺവേ ചെയ്യാൻ ആവശ്യമുള്ള വേർഡ്സിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ഐഡിയ കൺവേ ചെയ്യാൻ നമുക്ക് ഫോർമലായിട്ടുള്ള കുറച്ച് വേർഡ്സ് വൊക്കാബുലറി മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ പകരം നമ്മൾ ഒരുപാട് 1 2 3 കൂടുതൽ നമ്മൾ ആ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നഷ്ടപ്പെടുത്തുക. നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് വളരെ ബ്രീഫായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്ത് വളരെ ബോറായിട്ട് വളരെ ഇംപെർഫെക്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ വേർഡിനെസ് എന്ന് പറയും. The next topic നോക്കാം, how to eliminate wordiness. You can eliminate wordiness while revising and editing your work. It is better to make another person read your work to trace out the errors in order to improve the quality of your work. Use the language of your discipline. എങ്ങനെ നമുക്ക് ഈ വേർഡ്നെസ് അവോയ്ഡ് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മൾ എഴുതുന്ന ഒരു കാര്യം, നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് പലപ്പോഴും എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരുപാട് ഐഡിയാസ് നമ്മുടെ മനസ്സിൽ അറ്റ് എ ടൈം വരുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് പറ്റാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പം പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ പലപ്പോഴും എക്സാം എഴുതുമ്പം റിപ്പീറ്റ് ചെയ്ത് വാക്കുകൾ എഴുതുന്ന ഒരു പ്രശ്നം, അതൊക്കെ ഈ വേർഡ്നെസ്സിൽ വരുന്ന കാര്യം. അപ്പം നമ്മുടെ ഒരു റൈറ്റിംഗ് വായിച്ച് കഴിയുമ്പോൾ ഈ വായനക്കാരന് അതൊരു വളരെ ബോറായിട്ട് മോശമായിട്ട് തോന്നും, ആ പെർഫെക്ഷൻ നഷ്ടപ്പെടുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യം മറ്റൊരാളെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് നമ്മുടെ മിസ്റ്റേക്സും ഇംപെർഫെക്ഷൻസും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ റിവൈസ് ചെയ്യുമ്പോൾ, റിവൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് ഇത്
ഓർത്തെടുക്കാൻ പറ്റും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ റിവൈസിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു വേർഡ്നെസ് കണ്ടെത്തി ആ എറേഴ്സൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ റൈറ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്ത് നോക്കിയേ. ദ ഫ്രേസ് ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ദ വേർഡ് നോസ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഫ്രേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈസ് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ്, ആ ഒരു ഫാക്റ്റ് അറിയുന്നത് കൊണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് എന്നുള്ളത് നോസ്, KNOWS, നോസ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ റിഡണ്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം അവോയ്ഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഫോർമലായിട്ട് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വേർഡിനെസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഗ്രാമർ പാട്ടാണെങ്കിൽ കൂടി ഇതിൽ കുറച്ചും ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ തോന്നുന്ന കോൺകോഡ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, അതൊക്കെ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് എക്സാമ്പിൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എക്സാമിന് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അതിൽ കൊടുത്തിട്ടുള്ള ചില ഇപ്പം വൊക്കാബുലറിയുടെ കാര്യമാണെങ്കിലും ഇഷ്ടം പോലെ വേർഡ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, അതുപോലെ വേർഡിനെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇഷ്ടംപോലെ ഒരുപാട് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്ററാണത്. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട യാതൊരു കാര്യം ഈ ഒരു ചാപ്റ്ററിൽ കാണാനില്ല. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വളരെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല. സംഗതി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുൾ മാർക്ക് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം എന്നല്ല പറയുന്നത്, പെരിഫറലായിട്ടാണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കിലെ ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഈ ഒരു യൂണിറ്റ് 5 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.